ഹലോ ഗായ്സ്, നമ്മൾ കളിക്കാൻ പോകുന്നത് ഗ്രാനി 1 ആണ്. അപ്പോൾ ഇത് ഒരു ഹൊറർ ഗെയിം ആണ്. നമ്മളിത് മുൻപായി കളിച്ചിട്ടുണ്ട്, പക്ഷേ ഒന്നുകൂടി നമ്മൾ കളിക്കുകയാണ്. ഇതിൽ നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഡേ 1 തന്നെ എസ്കേപ്പ് ചെയ്യണം. അതായത് തീരെ ചാവാൻ പാടില്ല, അതാണ് ലക്ഷ്യം. നമുക്ക് എസ്കേപ്പ് ചെയ്യാൻ പറ്റുമെന്നൊക്കെ നോക്കാം. ഈസി മതി, നമുക്ക് ഈസി കളിച്ച് നോക്കാം മക്കൾ. ഇതുവരെ ഞാൻ കളിച്ചതിലൊന്നും എസ്കേപ്പ് ചെയ്തില്ല. ഇതിൽ എസ്കേപ്പ് ചെയ്യാൻ പറ്റുമോ, എത്ര നേരം സർവൈവ് ചെയ്യാൻ ഇത് നിൽക്കാമെന്നൊക്കെ നോക്കാം. ഗ്രാനിക്ക് പണി കൊടുക്കാനാണ് മെയിൻ ലക്ഷ്യം. അപ്പം കളിച്ചു നോക്കാം. നിങ്ങളെല്ലാവരും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഡേ 1 ആണ് കളിക്കുന്നത്. നമുക്കായിട്ട് ഗ്രാനി കിടക്കൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. നമ്മളിവിടെ വിരുന്നിന് വന്നതാണ്. ഇപ്പോൾ എസ്കേപ്പ് ചെയ്യണം. ആദ്യം നമുക്ക് ഗ്രാനിനെ അങ്ങോട്ട് വിളിച്ച് വരുത്താം. ഇതിവിടെ ഇടാം, എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഒളിച്ച് വെക്കാം. അപ്പോൾ ഗ്രാനി ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് അപ്പുറത്തോട് എസ്കേപ്പ് ആവാം. അങ്ങനെ ഗ്രാനി ഇപ്പം അങ്ങോട്ട് വരുമെന്ന് തോന്നും. വരുന്നില്ലല്ലോ. ഇതിൽ ഗ്രാനിക്ക് ഒരു ഇതുണ്ട്. ഗ്രാനീൻ്റെ വീട്ടിൽ നിന്ന് നമ്മൾ എസ്കേപ്പ് ചെയ്യാൻ പാടില്ല, പക്ഷേ എസ്കേപ്പ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ ഗ്രാനീനെ വെക്കും. പ്രേതാണെങ്കിലും നല്ല മനസ്സുള്ള അമ്മൂമ്മയാണ്. Thank you. അപ്പം ഗ്രാനി ഇങ്ങോട്ടൊന്നും വരുന്നില്ല, നമുക്ക് നോക്കാം. ഇവിടെ വന്ന് നിൽക്കുകയാണ്. നമുക്കൊന്നും കൂടി കുപ്പി അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കാം. ഇനി ഒച്ചകെട്ട വരുന്നുണ്ടാവും. വന്നിട്ടുണ്ട്. നമുക്ക് മെല്ലെ സ്കിപ്പ് ആക്കി പേടിയാ ഗൈസ്. പിടിക്കൽ ഗൈസ്. പിന്നെ ഇങ്ങോട്ട് കയറി നമുക്ക് കാറുള്ള ആ സ്ഥലത്തേക്ക് പോവാം. അവിടെ നീ കിട്ടുന്നുണ്ടാവും. വേഗം പോവാം. സ്ഥലമെങ്കിൽ അങ്ങോട്ട് കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് കാര്യം ചെയ്യാം, ഗ്രാനീനെ ഇതിൻ്റെ അകത്തിട്ട് ഫസ്റ്റ് കൊല്ലാം. ഇതിൻ്റെ അകത്ത് കയറിയിരുന്നാലോ? ഗ്രാനി ഇതിൻ്റെ അകത്ത് കയറിയിരിക്കാം ഫസ്റ്റ്. ഗ്രാനി ഒരു പ്രാവശ്യം വരട്ടെ. നമുക്ക് അതിൻ്റെ അകത്ത് ഡ്രോപ്പ് ചെയ്തിടാൻ എന്തെങ്കിലും വേണം, എന്നാലേ ഗ്രാനി അങ്ങോട്ട് വരും. അപ്പോൾ നമുക്ക് എന്തെങ്കിലും കിട്ടുമോ? കാർ സ്റ്റാർട്ട് ചെയ്യാൻ കഴിയുന്നില്ല. അപ്പോൾ എന്തെങ്കിലും ഗ്രാനി വരുന്നില്ല. ഇതിൻ്റെ ആ കത്ത് പോലത്തെ സാധനത്തിൻ്റെ അകത്ത് എന്താ ഉണ്ടാവും തോന്നുന്നു. അതിൻ്റെ അകത്ത് എന്താ ഉണ്ടാവുക നോക്കണം. നമുക്ക് ഇറങ്ങി നോക്കാം. ഗ്രാനി വരില്ല എന്നാണ് തോന്നുന്നത്. അതിൻ്റെ അകത്തൊന്നുമില്ല ഗൈസ്. ഇവിടെ ഗൺ പീസ് ഉണ്ട്, അതവിടെ ഇട്ടാൽ ഗ്രാനി വരുന്നുണ്ടാവും. നമുക്കത് അവിടെ ഇടാം. അപ്പോൾ ഗ്രാനി വരും ഗൈസ്. കാറിൻ്റെ ഉള്ളിൽ ഒളിക്കുക. കാരണം ഞാനവിടെ ഒച്ച ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഞാനവിടെ ഒച്ച ഉണ്ടാക്കി ഗൈസ്. അപ്പോൾ നമ്മളവിടെ നിന്നാൽ ഗ്രാനി നമ്മൾ കാണും. ഫസ്റ്റ് അങ്ങോട്ടാണല്ലോ വരിക. നമുക്ക് കാറിൻ്റെ അകത്ത് ഒളിക്കാം. ഗ്രാനി ഇവിടെ വന്ന് പോകുമ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് ഒന്നിട്ട് ഒച്ച ഉണ്ടാക്കുക. ഗ്രാനി അതിൻ്റെ അകത്ത് കുടുങ്ങും. നമുക്ക് ഗ്രാനിനെ കൊല്ലാം. അത്രയേ ഉള്ളൂ. പിന്നെ നമുക്ക് മനസ്സമാധാനത്തോടെ ഗ്രാനി വന്നു ഗൈസ്. ഗ്രാനീൻ്റെ ഉള്ളോട്ട് പോയി. അവിടെ നിന്നാൽ മതിയായിരുന്നു. ഗ്രാനി അതിൻ്റെ ഉള്ളോട്ട് പോയിട്ടുണ്ട്. തിരിച്ചും പോയി. 2 സെക്കൻഡ് കഴിഞ്ഞിട്ട് നമുക്ക് കാറിൽ നിന്ന് ഇറങ്ങാം. ഗ്രാനി ഒന്ന് പോയി തോന്നില്ലേ? ഇറങ്ങാം. ഇറങ്ങാം. നമുക്കൊന്നുകൂടി സൗണ്ട് ഉണ്ടാക്കാം. ഷൂട്ട് ഗൺ പീസ് എടുക്കുക, ഒന്നുകൂടി എടുക്കുക, ഇങ്ങോട്ട് ഇടുക ഗൈസ്. നമുക്കിവിടെ നിൽക്കാം. ഗ്രാനി ഇങ്ങോട്ട് വരിക നോക്കാം. ഈ സാധനം ഓണാക്കണം കേട്ടോ.
ആ പുക അതിൽ നിന്നൊരു പുക വരുമല്ലോ, ആ പുക കൊണ്ടിട്ടാണ് ഗ്രാനി ചാവുക. ഹലോ ഗ്രാനി. അടയ്ക്കാം. പാവം ഗ്രാനി നമ്മളോടാ കളി. ഗ്രാനി ദുഃഖിക്കാണ് ഗൈസ്. ഗ്രാനി സട്ടുപോയി ഗൈസ്. ഗ്രാനി ഇപ്പം സാവും. യെസ് ഗൈസ്, ഗ്രാനി ചത്തുപോയി. അപ്പോൾ നമുക്ക് മുകളിലേക്ക് പോയി ആവശ്യമുള്ള സാധനങ്ങളൊക്കെ അരിച്ച് പറക്കാം. നമുക്ക് എല്ലാം ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കാം. ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും നോക്കാം. സൗണ്ട് കൂട്ടട്ടെ. അല്ല, ഇതിൻ്റെ അകത്ത് ഒരു കുന്തവുമില്ല ഗൈസ്. നമുക്ക് എല്ലാ സ്ഥലത്തും ഒന്ന് നോക്കാം. ഇതിലൊക്കെ എന്തെങ്കിലും ഉണ്ടോ നോക്കാം ഗൈസ്. ഇതിലൊന്നും ഷൂട്ട് ഗട്ടിൻ്റെ വേറെ പീസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ 2 പീസ് ഉണ്ട് കേട്ടോ ഗൈസ്. ഒരു പീസ് കൂടി കിട്ടിയ ഗ്രാനീൻ്റെ കഥ ജിങ്കലാല. ഓക്കെ, ഈ സ്പൈഡർ കീ അല്ല, നമുക്കിത് ഗ്രാനി വരുന്നതിന് മുന്നേ സ്പൈഡർ കീ നമുക്ക് അവിടെ കൊണ്ടുപോയിച്ചിടാം. ഒരു ട്രിക്ക് ഉണ്ട് ഗൈസ് സ്പൈഡറിനെ ഇതാക്കാനുള്ള. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മൾ സ്പൈഡറിനെ ഇതാക്കാൻ വേണ്ടിയിട്ട് ഈ ഇറച്ചി കഷ്ണമല്ലേ, അതൊന്നും തപ്പി പിടിച്ചെടുക്കണ്ട ഒരു കാര്യമില്ല. പിന്നെ ഈ തോക്ക് കണ്ടുപിടിച്ച് അതിനെ വെടി വെച്ച് അവിടെയുള്ള എന്തെങ്കിലും കുഞ്ഞു സാധനമോ സ്പാനറൊക്കെ എടുക്കേണ്ട ഒരു കാര്യമില്ല. അതിനൊരു മെത്തേഡുണ്ട്, ഞാൻ കാണിച്ചു തരാം. നമ്മളൊക്കെ ബുദ്ധിയോട് കണ്ടുപിടിച്ചാണ് ഗൈസ്. ഞാൻ കാണിച്ചു തരാം. ആദ്യം നമ്മൾ ഈ സ്പൈഡർ കീ ഇവിടെ ഇട്ട് കൊടുക്കുക. ഇവിടെ ഡോർ ഓപ്പണായി വരും. ഇവിടെ കയറുക. ഇനി ആ പ്ലേറ്റ് ഇരിക്കുന്ന സ്ഥലമല്ലേ, ആ പ്ലേറ്റ് ഇരിക്കുന്ന സ്ഥലം അവിടേക്ക് പോകും. അപ്പോൾ മണ്ണച്ചൻ ഓടി വരുമ്പോൾ നമ്മൾ ഇരിക്കുക. അപ്പോൾ സ്പൈഡർ അവിടെ നിൽക്കും. എന്നിട്ട് ഇതെടുക്കാം. അപ്പോൾ സ്പൈഡർ ആരായി? ഞാൻ പൊട്ടനാ? ഇത്രയും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഞാൻ പൊട്ടനാ? നമുക്ക് താഴോട്ട് പോകാം ഗൈസ്. ഇതിനെക്കൊണ്ട് ഇപ്പോൾ ആവശ്യമൊന്നുമില്ല. നമുക്ക് ഗ്രാനി വന്നൊക്കെ നോക്കാം. ഇത് താഴോട്ടിടാം. താഴെ പോയിട്ടുണ്ട്. ഗ്രാനി താഴോട്ട് വരുമോ നോക്കാം. ഇവിടേക്ക് വരുമോ നോക്കാം. ഇത് നല്ല ക്ഷമമാണ് ഗൈസ്. യെസ് ഗൈസ്, ഗ്രാനി വന്നിട്ടുണ്ട്. ഇതുകൂടി നമുക്ക് ഇതിൻ്റെ തലയിലേക്ക് എറിഞ്ഞു കൊടുക്കാം. മോനെ, അമ്മമ്മക്ക് മുകളിലേക്ക് കയറി വരാൻ പറ്റൂലടാ, ഊരവേദന. കോമഡിയൊക്കെയാണ് ഗൈസ്, ഒരു കാര്യമായിട്ടിരിക്കണ്ട. നമ്മൾ മിമിക്രിയിൽ ഒരു എക്സ്പേർട്ടാണ്. അപ്പോൾ നമുക്ക് അമ്മമ്മ അങ്ങോട്ട് വരുന്നത് നോക്കാം. ഊരവേദനയാണ് അമ്മമ്മക്ക്, കുറേ വയസ്സായില്ലേ. ഇല്ല, ഊരവേദന ആയിക്കൂടെ കയറി വന്നില്ല. നമുക്ക് മെല്ലെ താഴോട്ട് ചാടാൻ നോക്കാം. താഴോട്ട് ചാടിയാൽ ചാവുമോ ഗൈസ്? താഴോട്ട് ചാടിയാൽ ചാവൂല എന്നാണ് തോന്നുന്നത്. മെല്ലെ ചത്തില്ല ഗൈസ്. അമ്മമ്മക്ക് സൗന്ദര്യം നോക്കുന്ന ഇഷ്ടമല്ലെന്ന് തോന്നുന്നു. കണ്ണാടിയൊക്കെ അടിച്ച് പൊട്ടിച്ചിട്ടുണ്ട്. ഇതിനുള്ളിൽ എന്താ ഉണ്ടാകുക? കാറിൻ്റെത് ഇതിൻ്റെ ഉള്ളിൽ ഗായ്സ്. അപ്പം നമുക്ക് 3ാമത്തെ ഗൺ പീസും കിട്ടിയിരിക്കുകയാണ്. ഇനി നമുക്ക് അമ്മൂമ്മനെ ടിച്ചു ആക്കാം ഗായ്സ്. ഇനി ഒരു സീനുമില്ല. നമുക്ക് അമ്മൂമ്മനെ ഇങ്ങോട്ട് വിളിക്കുക, അമ്മൂമ്മ ഇങ്ങോട്ട് വരും. എങ്ങോട്ടാണ് പോകുന്നത് നോക്കുക, അതിനെതിരെ പോവുക, ഗൺ പീസ് എല്ലാം ഒപ്പിക്കുക, വെക്കുക. അമ്മൂമ്മ അത്രേ ഉള്ളൂ. അമ്മൂമ്മനെ നമുക്ക് പൂശാം. ഇനി സേഫായിട്ട് കളിക്കുക. അല്ലെങ്കിൽ സേഫായിട്ടാണ് കളിക്കുന്നത്, ഒന്നുകൂടി സേഫാക്കാം. അമ്മൂമ്മ വരുന്നോ നോക്കാം. അമ്മൂമ്മ വന്നിട്ടുണ്ട്. അമ്മൂൻ്റെ വടി ചോരയൊക്കെ ഉണ്ടല്ലോ ഗൈസ്. ആരൊക്കെയോ അടിച്ച് കൊന്ന വടി.
ഞാൻ ആ വടി അടിച്ചു പൊട്ടിക്കും. പോയിട്ടുണ്ട്. ഇനി നമുക്ക് താഴോട്ട് പോവാം. ഇതുകൊണ്ട് ചാട വെക്കാം. എന്നിട്ട് കാടുന്ന ഒരു പ്രാവശ്യം നമുക്ക് ആ പുക വെച്ചിട്ട് അമ്മൂമ്മനൊന്നും കൂടി ബോധം കെടുത്തുകയും ചെയ്യാം. ഓക്കേ, അപ്പോൾ നമുക്ക് വിളിച്ചോക്കാം. കുഴപ്പമില്ല കേട്ടോ, അത് ഇങ്ങനെ കളിച്ചിരിക്കാൻ നല്ല രസമാണ്. പ്രേതമാണെങ്കിൽ ഒരു ചിന്തിക്കാൻ ശേഷിയില്ല ഈ പ്രേതത്തിന്. വയ്യ വന്ന് പിടിക്കാനെന്ന് പറഞ്ഞൂടാ, ഒരു ഗുമ്മില്ല. ഗുമ്മുണ്ടായാലും അങ്ങനെ കളിക്കൂലായിരുന്നു, അത് വേറെ കാര്യം. ഇങ്ങോട്ട് പോവാം, ഇങ്ങോട്ട് തിരിയാം, ദട വെക്കുക, തുറക്കുക. ഈ പുക കാരണം നമ്മൾ ആ ഷൂട്ട് ഗൺ പീസ് കാണാനില്ല. ഇത് ഓഫാക്കുക, എന്നിട്ട് എടുക്കട്ടോ. എന്നിട്ടൊന്നുകൂടി എടുക്കുക. ഇനി നമുക്ക് അത് ഓണാക്കാം. ഇനി നമുക്ക് അമ്മൂമ്മ നടന്ന് വരുന്നത് കാണാം. ഓക്കെ, നമുക്ക് അമ്മൂമ്മ വരുന്നത് നോക്കാം. ജലദോഷം പിടിച്ചതാണ് ഗൈസ്, നിങ്ങൾ കാര്യമാക്കണ്ട. ഇത്രയും കഷ്ടപ്പെട്ട വീഡിയോയുടെ അല്ലേ, നിങ്ങളത് സപ്പോർട്ട് ചെയ്യുക. ലൈക്കും സബ്സ്ക്രൈബും ഷെയറൊക്കെ ചെയ്യാം. അമ്മോ ഗൈസ്, ജസ്റ്റ് മിസ്സിന് രക്ഷപ്പെട്ട് ഞാൻ വരുന്നുണ്ടോ നോക്കാൻ പോയതാ. അടയ്ക്കാം. അച്ചൂജു, അത് ഒരു പീസ് കൂടി. അത് നമ്മൾ അടുക്കളയിലല്ല വേണ്ടേ, അടുക്കളയിൽ അവിടെ പോയി നമുക്ക് എടുക്കാം. വിശപ്പ് അവിടെ പോയി എടുക്കുക, വെക്കുക. പിന്നെ നമുക്ക് അമ്മൂമ്മനെ അങ്ങ് പൂശാം. അമ്മൂമ്മ 2 മിനിറ്റത്തേക്ക് ബോധം കെട്ടിയിട്ടുണ്ട്. ആ 2 മിനിറ്റ് കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും നോക്കൊന്ന് ചെയ്യണം. നമ്മളിങ്ങനെ സർവൈവ് ചെയ്ത് പോവുകയുണ്ടാവും. യെസ് ഗായ്സ്, നമുക്ക് ഗണ്ണ് കിട്ടിയിരിക്കുകയാണ്. ഇനി ഒരു ബുള്ളറ്റ് നിറയ്ക്കാൻ കഴിയുമോ? അത് കഷ്ടമാണ്. ഇനി നമ്മൾ പിന്നെ ഇവിടെ വന്ന് എടുക്കേണ്ടി വരും. രണ്ട് മിനിറ്റ് കൊണ്ട് 1 മിനിറ്റ് ആയിട്ടുണ്ടാവും. നമുക്ക് മറ്റേ അണ്ടർഗ്രൗണ്ട് സ്ഥലമല്ലേ, അതായത് കുറച്ച് താഴെ, ഫുള്ള് താഴെയല്ല, കുറച്ച് താഴെ, അവിടെ ഒന്ന് പോയി നോക്കണം. നമ്പർ 2, അവിടെ 2 എഴുതി വെച്ചേക്കുക. എന്തിനാന്ന് എനിക്ക് അറിയില്ല. മനസ്സിലായി. ഏറ്റവും താഴെ ഒരു എലവേറ്റർ ഉണ്ട്. അതിൽ മുകളിൽ പോയാൽ കുറേ ബോക്സസ് ഉണ്ടാവും, 1, 2 എഴുതി. അപ്പോൾ നമ്മൾ ഈ നമ്പർ അവിടെ അടിച്ചു കൊടുക്കണം, അല്ലേ അതിനകത്തും ബോംബ് പൊട്ടും. ഒരു പ്രാവശ്യം എനിക്ക് അങ്ങനെ പറ്റിക്ക്, ഇതിന് മുന്നേ കളിച്ചേരും. പക്ഷെ അങ്ങോട്ട് പോകാൻ ഭയങ്കര ടഫാണ്. അവിടെ ഒരു മണ്ണാച്ച ഉണ്ട്. നേരത്തെ കണ്ട മണ്ണാച്ച പോലെയല്ല കേട്ടോ. നേരത്തെ കണ്ട മണ്ണാച്ചൻ ഒരു പീസ്ഫുൾ മണ്ണാച്ചനായിരുന്നു. ഇത് കുറച്ച് ടെററ് ഇത് കുടുങ്ങുന്നില്ലല്ലോ ഗൈസ്. അങ്ങനെ കുറേ നേരത്തെ കാത്തിരിപ്പിനും പരിശ്രമത്തിനും ശേഷം നമ്മളവിടെ എയിം ചെയ്ത് എടുത്തിട്ടുണ്ട്. നമുക്ക് അവിടെ ഗ്രാനി വരുമ്പോഴേക്ക് വെക്കാം. അതിൽ ഗൈസ്
അവിടെ എയിം ചെയ്യാൻ കഴിയുന്നില്ല, കൈ തെറ്റിപ്പോവാ, കൈ വിറച്ച് കളിക്കുക ഗ്രാനി വരുമെന്ന് പേടിച്ചിട്ട്. നമ്മൾ ഇവിടെ തുറക്കാം. ഇതിനോട് കയറാൻ പറ്റുമോ? ഇവിടെ കയറാൻ പറ്റൂല. എന്താ ചെയ്യുക? ഇവിടെ ഒച്ച ഉണ്ടാക്കാം. വരുമ്പോൾ ഗ്രാനി ഫ്രീസായി ചത്തുപോകും. തോക്കൊന്നും ഇവിടെ ഇടണോ? ഗ്രാനി ഇങ്ങോട്ട് വരാൻ സൗണ്ട് വേണ്ടല്ലേ? നമുക്ക് തോക്കൊന്നും ഇങ്ങോട്ട് ഇടാം. പോയോ? ആ, ഇങ്ങനെ ഇടാം. ഇങ്ങനെ ഇട്ട് കളിക്കാം. പാടി വരും തന്നെ. ഗ്രാനി വരേണ്ട സമയമായിട്ടുണ്ട്. 2 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ചത്തെന്ന് തോന്നുന്നില്ലേ? ആ, ചത്തു ഗൈസ്. ഗ്രാനി ചത്തിട്ടുണ്ട്. ഭയങ്കര ശ്രദ്ധയോടെയാണ് കളിക്കുന്നത്. ഇത്രയും കഷ്ടപ്പാട് നിങ്ങളെല്ലാവരും ഒന്ന് ലൈക്ക് തരണം. അപ്പോൾ ഇത് നമുക്ക് ആ മെയിൻ ബാൽക്കണിയത്തെ ഇതില്ലേ അവിടെ കൊണ്ടുവച്ചിടാം. ഈ ട്രാപ്പൊന്ന് പോക്കട്ടെ. ട്രാപ്പൊന്ന് പോക്കണം. നമുക്കതിൽ കുടുങ്ങാം. മറ്റേ ഗ്രാനി നമ്മൾ ഓടിപ്പിക്കുമ്പോൾ കുടുങ്ങിയാൽ സീനാവും, പക്കാ മുഞ്ചലാവും. അതുകൊണ്ട് നമുക്ക് ഇത് ഇവിടെ 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 ഇടാം. ഇനി ലേശം മുകളോട്ട് ഗൈസ് ഇവിടെ ഇടാം. ഇതിപ്പോൾ ഗ്രാനി ആടെയാണ് സ്പോണാകുക. സ്പോണാകുന്ന സമയത്ത് ഗ്രാനി ചാവുകയും ചെയ്യും. എങ്ങനെയുണ്ട് ഐഡിയ? എന്ത് ചെയ്യാനാ, ബുദ്ധി ലേശം അധികമായി പോയതാ. അപ്പം നമുക്കൊന്ന് ഇങ്ങോട്ടൊക്കെ ഒന്ന് പോയി നോക്കാം. എന്താ ചെയ്യേണ്ട? ഒരു പിടിപാടുമില്ല. ഒരു തിരിപാടുമില്ല. നമുക്ക് എങ്ങോട്ടെങ്കിലുമൊക്കെ പോയി നോക്കാം. എന്തെങ്കിലും കിട്ടിയാലോ. ഇവിടെ നല്ല ഞാനിപ്പോൾ അങ്ങോട്ട് പോയേ. ഉണ്ടെടുക്കാം. ഉണ്ട ലോഡ് ചെയ്തു. ഒരു ഉണ്ടയും കൂടി പറ്റണേ. ഉണ്ടയും കൂടി എടുക്കാൻ പറ്റൂല. ഒന്നുകൂടി വെടി വെച്ചിടണം. വെടി വെച്ചിട്ട് ഗ്രാനീനെ കൊല്ലണം. അതാണ് എൻ്റെ ലക്ഷ്യം. ഗ്രാനി വരുമോ? ഗ്രാനി വരുമോ? അപ്പോൾ എന്താ ചെയ്യാം? പേടിയാണ് കേസ്. ഇവിടെ ഒരു സ്വിച്ച് ഉണ്ടായിരുന്നു. ഗ്രാനി അവിടെ പോയി പിന്നെ ചത്തിട്ടുണ്ട് കേട്ടോ. ഗ്രാനി വെടിയൊക്കെ ഉണ്ടായിരുന്നു. എന്താ ചെയ്യാം? അപ്പോൾ വീഡിയോ ലേശം ലോങ് ആയത് കാരണം ഞാൻ നിർത്തുകയാണ്. അപ്പം ബാക്കി അടുത്ത വീഡിയോയിൽ കാണാം. ഇതിൻ്റെ അവസാനത്തിൽ ഞാൻ മണ്ണാച്ചൻ്റെ കടി കൊണ്ട് ചാവുകയാണ് ചെയ്തത്. അടുത്ത വീഡിയോയിൽ ചാവാതെ കളിക്കാൻ ശ്രമിക്കാം.